ഈ ദൈവത്തിനെ കൊണ്ട് തോറ്റു, ഒരു രക്ഷയില്ലാത്തൊരവസ്ഥ. ഈ ഇവനല്ല കേട്ടോ, ഇവനല്ല, ഇതല്ല സംഭവം. ചന്തി വരെയും കത്തിക്കരിഞ്ഞു. അപ്പൊ പറയണു ഓം നമശിവായ എന്ന്. എന്തായാലും ദൈവം കൊടുക്കേണ്ട കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ ആരുണ്ടാക്കണ ആചാരമാണോ? ഏത് പൂജാരിയാണോ ഓമാരോട് കൂടി എല്ലാത്തിനോടും കൂടി ഈ ഉണ്ടാക്കിയിട്ട് തീ കൂടി ഒന്നിച്ചോടാൻ പറഞ്ഞത്? നമ്മുടെ നാട്ടിൽ നടക്കാറുണ്ട് കനലാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ കനൽ ചാട്ടം എന്നൊക്കെ പറഞ്ഞുള്ള പരിപാടി നടക്കാറുണ്ട്. അത് ഓരോരുത്തരാണ് പോകുന്നത്. അല്ലാതെ ഇത് എല്ലാവരും കൂടി ഇതിന്റെ മുകളിൽ കൂടി ഓടിക്കഴിയുമ്പോഴത്തേക്കും ആദ്യം ഓടുന്നവൻ എത്രയും പെട്ടെന്ന് ഓടി തീർക്കാൻ നോക്കും, പുറകെ വരുന്നവൻ വീഴും. ഇത് അണ്ടകടാഹം വരെയും കത്തിപ്പോയിട്ടുണ്ട് പലതിൻ്റെയും. ആ അമ്മച്ചേക്ക് ഓടി വന്നോ കരിഞ്ഞ് വെണ്ണീറായിട്ടുണ്ട്. എന്താ സുഖം കിട്ടിയെന്നുള്ളതാ. എല്ലാം കഴിഞ്ഞിട്ട് പുറത്ത് വെക്കണവന്മാര് ഓം നമശിവായ. അതായത് ഈ ഓടിയവർക്ക് ആർക്കൊക്കെയോ എന്തൊക്കെയോ തെറ്റുകൾ ചെയ്തതിന്റെ ശിക്ഷ ദൈവം കൊടുത്തായിരിക്കാം. എന്തൊക്കെയായിരിക്കും ആൾക്കാർ ഇനി പറഞ്ഞുണ്ടാക്കാൻ പോകുന്നത്. എന്തായാലും ആൾക്കാർക്ക് ഭ്രാന്താണ്. എന്തിനു വേണ്ടിയിട്ടാണ്, എന്ത് പുണ്യം കിട്ടാൻ വേണ്ടിയിട്ട് ഈ പരിപാടിയൊക്കെ കാണിക്കണമെന്നുള്ളതാണ്. ഏത് ദൈവത്തിനാണ് ഈ പ്രീതിയൊക്കെ കിട്ടുക? ഏത് ദൈവം പറഞ്ഞിട്ടുണ്ടാവും നിങ്ങൾ എല്ലാവരും കൂടി എന്നെയും ചുമന്നുകൊണ്ട് ഈ തീയുടെ മുകളിൽ കൂടി ഓടും, അപ്പം ഞാൻ നിങ്ങൾക്ക് കുറേ സമ്പത്ത് തരാം, സന്തോഷം തരാം, സമാധാനം തരാം എന്ന്. ഇപ്പം അങ്ങ് അറ്റം വരെ ഇങ്ങോട്ട് കത്തി വെന്ത് ഉരുകിയിട്ടുണ്ടാവും എല്ലാം. വല്ലാത്ത ഭ്രാന്ത് തന്നെ.